കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നു. കർത്താവ് നമ്മളെ നടത്തുന്ന എല്ലാ വഴികൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ായിട്ട് താല്പര്യപ്പെടുന്ന 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന്റെ 15 കൂടെ ഞാൻ വായിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ ഇവിടെ യാക്കോബ് 2 കാര്യം പറയുകയാണ്. ഒന്ന്, രോഗികൾ ദൈവസന്നിധാനത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം വരും. 2, അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് പാപത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മൾക്ക് ചില അറിവുകളുണ്ട് എന്താണ് പാപമെന്ന്. പലരും പാപമെന്ന് പറഞ്ഞാൽ ഏതോ വലിയ കാര്യം ചെയ്താലേ പാപമാകുകയുള്ളൂ എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിശുദ്ധിയാകുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ലോകത്തിലൊരു കൺഫ്യൂഷനാണ്. നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചപ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. ആ പാപങ്ങൾ ഒരിക്കലും ഓർക്കയില്ല എന്ന് പഴയ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സമുദ്രത്തിന്റെ അടിയിലിട്ടു, അത് കാർമുകിലിനെ പോലെ മായ്ച്ചു കളഞ്ഞു. ദൈവം ഒരിക്കലും അത് ഓർക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം നാം പാപം ചെയ്യാറുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും ചെയ്യുമോ? ചെയ്യും. ആ പാപങ്ങൾ വലിയ ശിക്ഷാവിധി ഉള്ളതാണോ? ആണ്. പക്ഷേ നമ്മൾ ഈ പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയത്തോടെയാണ് ജീവിക്കുവാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ പാപം എന്ന് പറയുന്നത് പല വിധത്തിലാണ്. അതിനെ അപ്പോസ്തലനായ യോഹന്നാൻ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എല്ലാ അനീതിയും പാപമത്രേ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഏത് അനീതിയും പാപമാകുന്നു. എന്നിട്ട് താൻ പറയാണ്, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താൻ. അപ്പോൾ 2 വിധ പാപങ്ങളുണ്ട്. ഒന്ന്, മരണത്തിനുള്ള പാപം. 2, എല്ലാ മനുഷ്യരും എപ്പോഴും ചെയ്യുന്ന പാപം. വിശ്വാസികൾ പാപം ചെയ്യുമോ? ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങൾ ഒരുവനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് കർത്താവ് ക്ഷമിക്കും. ഈ യാക്കോബ് തന്നെ പറയുന്ന പാപങ്ങളൊന്ന് നോക്കിക്കേ. പിന്നെ നമുക്ക് മറ്റുള്ളിടത്തേക്ക് പോകാം. എന്താണ് പാപമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഏത് അനീതിയും പാപമാണ്. പാപത്തിൽ 2 വിധത്തിലുണ്ട്. ഒന്ന്, മരണത്തിനായ പാപം. 2, മരണത്തിനല്ലാത്ത പാപം. ഈ മരണത്തിനുള്ള പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ യാക്കോബ് പറയാ 2-ാം അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, എന്താ? മുഖം കാണിച്ചാലോ പാപം ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്ന നാം ഉണ്ടല്ലോ, നമ്മൾ പാപികളാണോ? അതാ എന്റെ ചോദ്യം. മുഖപക്ഷം പാപമാണ് എന്ന് നമ്മൾക്ക് തിയറിയിൽ അറിയാമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ എത്ര പേര്
മുഖപക്ഷം പാപമാണ്. അയ്യോ ദൈവമേ, അതൊരു പാപമാണല്ലോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ഒരു ചോദ്യമെന്നേ ഉള്ളൂ. ഇനിയും 4-ാം അധ്യായത്തിലേക്ക് പോയി, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപമാകുന്നു. 4:17. എന്താ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഇനി 3-ാം അധ്യായത്തിലേക്കൊന്ന് പോയി, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പൊ അത് പാവമാണോ? ഈർഷ്യയും കലക്കവും ഉള്ളിടത്ത് സകല ദുഷ്പ്രവൃത്തിയുണ്ട്. അപ്പൊ നമുക്ക് ഈർഷ്യയോ കലക്കമോ എതിരോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ട്? അവിടെ ദുഷ്ടതയുണ്ട്. ദുഷ്ടതയെ എല്ലാം വിട്ടുപോകണമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ദുഷ്ടതയെന്നല്ല, എല്ലാ ദുഷ്ടതയും എന്നാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പറഞ്ഞ 3 വിധ പാപങ്ങളാ പറഞ്ഞു. 1, മുഖപക്ഷം കാണിച്ചാൽ പാപമാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. പിന്നീട് ഇവിടെ പറയാം, കലഹവും ഈർഷ്യയുമുള്ളിടത്ത് സകല ദുഷ്ടതയുമുണ്ട്. ആ ദുഷ്ടത വിട്ടുകളയണം. അത്രേ, സകല ദുഷ്ടതയും വിട്ടുകളഞ്ഞ് നമ്മളെ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ആകണം. അപ്പൊ അതും പാപമാണല്ലോ. ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് 1-ാമത്തെ ചോദ്യം. ഇനി അടുത്തത്, സ്വർഗത്തിൽ പോകാത്ത കുറെ പാപങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉമാണെന്ന് തോന്നുന്നു, അത് 9 തൊട്ടാണ്. ഇങ്ങനെയാണ് എഴുതിയ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല. എന്താ? ന്യായമല്ലാത്തത് പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല. ഇനി അടുത്തോട് നിങ്ങളൊന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് പറയാണ്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. പിന്നെ പാപികളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാറിഷ്ഠക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. അപ്പോൾ അത് രാഗപ്പാടെ പറഞ്ഞാൽ അതെല്ലാം അന്യായമാണ്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല. ഇനി നമുക്ക് ഗലാത്യ ലേഖനത്തിൽ നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തിയുടെ ഒന്ന് വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് കുറെ ലിസ്റ്റ് ഉണ്ട്, 10-15 എണ്ണം ഉണ്ട്. അതുകൂടെ ഞാൻ വായിക്കാം. അവിടെയും പറഞ്ഞിരിക്കുന്ന ഇതാണ്, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ജഡാഭിലാഭിഷ്ടം ആത്മാവിനും ആത്മാവിശ്യം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം തമ്മിൽ പ്രതികൂലമായിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ എടുത്തു പറയാണ്, പണ്ട് ഭയം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എടുത്തു പറയുകയാണ്, വീണ്ടും പറയുകയാണ്, എന്ത്? അവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. ഇനിയും വെളിപ്പാട് പുസ്തകം അവസാനം ഒരുപാടുണ്ട്. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോയാലേ ഇന്ന് എന്റെ വിഷയത്തിലേക്ക് വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരെണ്ണം കൂടെ വായിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്തുക. 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്,
ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, വിഗ്രാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യത്രേ ഇത് രണ്ടാമത്തെ മരണം. അവിടെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? അവിടെ ഫോഷ്ക് പറയുന്നവരുണ്ട്, പിന്നെ ആരുണ്ട്? ഭയമുള്ളവരുണ്ട്, അവിശ്വാസികളുണ്ട്, അറയ്ക്കപ്പെട്ടവർ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ വലിയ പാപങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അതങ്ങ് വിട്ടുകളെ. അപ്പോൾ ഇവിടെ ഈ 3-4 സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിടത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട എത്ര എണ്ണമുണ്ട്? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ പറഞ്ഞ വെളിപ്പാട് പുസ്തകം തുടങ്ങാം. അവിടെ പറയുന്ന അവിശ്വാസം, അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസം അത് രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാം, നമ്മളെ വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാണെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? റോമാലേഖനം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ജനിക്കാത്തതൊക്കെയും പാപമാണെന്ന്. ആ വാക്യം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഓർക്കുമല്ലോ അങ്ങനെ ഉണ്ടോ എന്ന്. സംശയിക്കുന്നവൻ എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് കുറ്റക്കാരനായി തീരും. വിശ്വാസത്തിൽ നിന്നുത്ഭവിക്കാത്തതൊക്കെയും പാപമത്ര. റോമാലേഖനം 14-23. അപ്പോൾ ആരൊക്കെയാ പാപികള്? വിശ്വാസത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്നവർ പാപികളാണ്. മുഖപക്ഷം കാണിക്കുന്നവർ പാപികളാണ്. അനീതി ചെയ്യുന്നവർ പാപികളാണ്. കലകവും ദുഷ്ടതയും ഉള്ളിടത്ത് ദുഷ്ടതയുണ്ട്, അപ്പൊ ദുഷ്ടത ചെയ്യുന്നവർ പാപികളാണ്. പിന്നെ പോഷ്ക് പറയുന്നവർ പാപികളാണ്. പിന്നീട് അവിടെ പറയുന്നു ഭയമുള്ളവർ പാപികളാണ്. പിന്നെ നമ്മൾ കണ്ട ഈ കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങളെന്ന് നാം ചിന്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. 1 പക, 2 പിണക്കം, 3 രാരശങ്ക, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്. ഇത്രയത്തിൽ എത്ര പേരിലുണ്ട്? പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചതാണ്, എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടെ കയറണമല്ലോ. അവിടെയും പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വിഷമമുളവാക്കുന്ന അന്യായം, ന്യായമല്ലാത്തത് എന്ത് ചെയ്താലും പാപമാണ്. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ ലിസ്റ്റിൽ പെടാതിരിപ്പാൻ വഞ്ചിക്കപ്പെടാതിരിപ്പീൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര വിശുദ്ധരായിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവയൊന്നുമില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നത് എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നിട്ട് രക്ഷിക്കപ്പെട്ട പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ കടന്നു വരുന്നു, എന്നാൽ എനിക്ക് വിജയം നൽകുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമെന്ന് പറയുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നത്, പോഷ്ക് പറയുമ്പോൾ, മുഖപക്ഷം കാണിക്കുമ്പോൾ, അനീതി ചെയ്യുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, ഭാവിഷ്ണക്കാരനായി കൂടുതൽ ആവശ്യമില്ലാത്ത വാചകമടിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നാം അനുദിനം പാപം ചെയ്യുന്നു. രണ്ടാമത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് ചെയ്യണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതൊക്കെ പാപമാണ്. അപ്പോൾ നാം ഒരു തെറ്റും ചെയ്തില്ല, ഒരു പോഷ്കും പറഞ്ഞില്ല, ഒരു പിണക്കവുമില്ല, ഒരു പകയുമില്ല, ഒരു അനീതിയുമില്ല, ഒരു അക്രമവും ഇല്ലാത്ത വിശുദ്ധനാണെന്നിരിക്കട്ടെ. അവൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പാപമാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ? ഏതെല്ലാം കൽപ്പനകളാ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2 ഉള്ളവൻ ഇല്ലാത്തവൻ കൊടുക്കട്ടെ. അവിടം തൊട്ട് തുടങ്ങുന്നതായി
നമ്മുടെ പ്രശ്നം. സഹോദരനെ എന്താ വിളിച്ചാൽ? മൂഢ എന്ന് വിളിച്ചാൽ, ഹൃദയത്തിൽ എന്തെങ്കിലും അനീതിയായി ചിന്തിച്ചാൽ, മോഹിച്ചാൽ എന്ന് പറഞ്ഞാൽ 10ാം കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും മോഹിക്കരുതെന്ന കർത്താവ് എടുത്തു പറഞ്ഞത് ഒരു കാര്യമേ മോഹിക്കരുത്. ഹൃദയത്തിൽ ഒരു സ്ത്രീയെ മോഹിച്ചാൽ അത് മാത്രമേ കർത്താവ് എടുത്തു പറഞ്ഞു. 10ാമത്തെ കൽപ്പനയിലുള്ളതാണ് കാള, കഴുത, അവന്റെ സ്വത്ത്, വീട്, ഭാര്യ, ഒന്നും മോഹിക്കരുത്. യേശു അതിനെ ഒന്ന് ശക്തി കൂട്ടാൻ വേണ്ടി ഒന്നിച്ചെടുത്ത് പറഞ്ഞു, ഒരുവന്റെ ഭാര്യയെ അല്ലെ ഒരുവന്റെ ഭർത്താവിനെ മോഹിച്ചാൽ അപമാനം ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കോണം, നമ്മുടെ ഈ പാപം എന്നുള്ള കൺസെപ്റ്റ് മാറ്റാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. നമ്മൾ അത് ചെയ്താൽ സ്വർഗത്തിൽ പോകയില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്ന 3 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. 1 കൊരിന്ത്യ ലേഖനം വളരെ വ്യക്തമായി പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. അവിടെ പറഞ്ഞ പട്ടിക പറഞ്ഞവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നു, ഓഷ്കു പറയുന്നവനും തീ പൊയ്കയിൽ പോകുമത്ര. അപ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? അതാണ് എന്റെ പ്രശ്നം. അതിന് 3-4 കാര്യങ്ങളാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ എഗ്രി ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 1, ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടണം. തെറ്റ് ചെയ്താൽ നാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നശിച്ചു പോകും. ദൈവത്തിന്റെ വചനമാണ്, ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനസാന്തരം വളരെ ആവശ്യമാണ് ഉള്ളതെന്നുള്ളത്. ഈ പെന്തക്കോസ്ത് ദിവസം പത്രോസ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുവി. യേശു പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുവി. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവി. അതപ്പോൾ രക്ഷിക്കപ്പെടാത്തവരോടാണ്. രക്ഷിക്കപ്പെട്ടവർ മാനസാന്തരപ്പെടണോ? രക്ഷിക്കപ്പെട്ടവർ മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും അവർക്ക് തെറ്റുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞാൽ അത് നമ്മളോട് ക്ഷമിക്കുമെന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനാണ്. അപ്പൊ മാനസാന്തരപ്പെടണം. അത് കഴിഞ്ഞ് നാം അത് ഏറ്റുപറയണം. ഓക്കെ. അപ്പോൾ ഒരാൾ പറയാ, എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് എന്തോ വേദപുസ്തകം പറയുന്നത്? അതിന്റെ ഈ 8-ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ എല്ലാവരും ഏറ്റു പറയണമെന്ന് അർത്ഥം. പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് യോഹന്നാനാ പറയുന്നത്. കർത്താവിനെ അധികം സ്നേഹിച്ച യോഹന്നാനിൽ കൂടെ ദൈവാത്മാവ് പറയാണ്, ആരെങ്കിലും പറയുകയാണ് എനിക്കൊരു പാപവും ഇല്ല എന്ന് പറഞ്ഞാൽ അവനെ തന്നെ വഞ്ചിക്കുന്നു, കള്ളനാണ്. പൗലോസ് പറയുന്നു, ഞാൻ ഒരു പാപത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നീതിമാൻ എന്ന് വരികയില്ല. ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്യുന്നു, തിന്മ ചിന്തിക്കുന്നു, തിന്മ പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ 1-ാമത് മാനസാന്തരപ്പെടണം. 2-ാമത് നമ്മുടെ ജീവിതത്തിൽ കൺഫസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നാം കൺഫസ് ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരം റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം അതാണ് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം തരുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം ഞാൻ വായിക്കുകയാണ്. അവിടെ പൗലോസ് പറയുക,
വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിനെ നീതിയെ പ്രദർശിപ്പാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പാപക്ഷമ കിട്ടുന്നത്. കൺഫസ് ചെയ്യുമ്പോൾ നമ്മളോട് കർത്താവ് ക്ഷമിക്കുന്നത്. അത് വളരെ വ്യക്തമായി പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് പ്രസംഗിക്കുന്ന ഒരു വാചകം കൂടെ ഞാൻ വായിക്കട്ടെ. 10-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ അവിടെ പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാവമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്തിലാണ്, പാപമോചനത്തിനായി രക്തം ചിന്തിയ കർത്താവിന്റെ ആ പരമയാഗത്തിലുള്ള വിശ്വാസത്തിലാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത്. കാരണം യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യഹോവ അവന്റെ മേൽ ചുമത്തി, നാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ അടികൊണ്ടു, ശിക്ഷ വിധി ഏറ്റു, അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് ആത്മീയമായും ശാരീരികമായുമുള്ള സൗഖ്യം ലഭിക്കും. അത് പത്രോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്തോ ചെയ്യണം? റിപ്പന്റ് ചെയ്യണം, കൺഫസ് ചെയ്യണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, ഇല്ലേ? ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. പിന്നെ എത്ര പേര് ഞാൻ പാപം ചെയ്തു, കർത്താവേ ഞാൻ ആ മറിയാമ്മയോട് അല്ലെങ്കിൽ ചാക്കോച്ചനോട് കള്ളം പറഞ്ഞു, സൂത്രം കാണിച്ചു, പകയുണ്ടായി എന്ന് ഏറ്റു പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അങ്ങനെ വളരെ പെന്തക്കോസ്തിൽ വളരെ കുറവാണ്. അത് എനിക്ക് പറയുന്നതിൽ ഒരു മടിയുമില്ല. ഞാനൊരു 10 സഭകളിലെങ്കിലും പാസ്റ്ററായിരുന്നിട്ടുണ്ട് ചെറുപ്പം തുടങ്ങി. പാസ്റ്റർമാർക്കെതിരെ പറയുന്ന അനീതിയും അക്രമവും കാണിച്ചിട്ട് ഒറ്റ ഒരുത്തൻ ക്ഷമ പറയാറില്ല. ഒന്ന് ചിരിച്ചു കാണിക്കും, അത്രയേ ഉള്ളൂ. ഏത് തോന്നിവാസവും ബോർഡ് മീറ്റിങ്ങിലും ജനറൽ ബോഡിയിലും അല്ലാതെയും പറഞ്ഞു പിടിപ്പിച്ചിട്ട് അവരൊന്ന് ചിരിച്ചു കാണിക്കും. പിന്നെ അവർക്കത് വിട്ടുകളഞ്ഞെങ്കിൽ ഒരിക്കലും മിക്ക പേരും ക്ഷമ പറയാറില്ല. അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അനുഭവവും വ്യത്യസ്തമൊന്നുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ക്ഷമ പറഞ്ഞാൽ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ എന്നാണ്. അതൊന്നും മാനസാന്തരത്തിന്റെ ഫലമായ ക്ഷമ പറച്ചിലല്ല. അതുകൊണ്ട് നമ്മൾ കൺഫസ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തുവെങ്കിൽ അത് തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നതാണ് നമ്മളുടെ മാനസാന്തരം. അത് വാക്കുകൊണ്ട് പറയുന്നത് 2ാം ഭാഗമാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെയൊക്കെ ആ നിയമമെങ്കിലും എന്താ, മാനസാന്തരപ്പെടണം, കൺഫസ് ചെയ്യണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാതെ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. എങ്ങനെയാണെന്നൂടെ പറയാം. നമ്മളെ 4 പേരെ എടുത്തുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. അവനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ കിടക്കെടുത്തോണ്ട് നടക്ക എന്ന് പറയുന്നതാണോ എന്നോട് ചോദ്യം ചോദിക്കുന്നു അവരോട്. അവൻ പക്ഷപാതക്കാരൻ അവിടെ യാതൊരു വക മാനസാന്തരപ്പെട്ടതെന്നോ കുറ്റങ്ങളെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു, ഇവൻ ദൈവ ദൂഷണം പറയുന്നു, പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ എന്ന്. അപ്പോൾ യേശു ഒന്നും പറയാത്തവനോട് ക്ഷമിച്ച് കാണിക്കുന്നത് ഞാൻ കാണും. 2ാമത് ഈ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പട്ടണത്തിലെ പാപിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, കരഞ്ഞ്
തൈലം പൂശിയപ്പോൾ അവളുടെ വളരെയധികം പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്യുന്നു. അവളും പരസ്യമായി കർത്താവെ എന്നോട് എന്റെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞില്ല. അവൾ കരഞ്ഞു. ആ കരച്ചിലിന്റെ അർത്ഥം കർത്താവ് മനസ്സിലാക്കി. അവളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സക്കായി ഒരു വലിയ പാപിയാണെന്ന് ലോകരൊക്കെ അംഗീകരിച്ചിരുന്നു. പാപിയായ മനുഷ്യന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് കണ്ടവരെല്ലാം പിറുപിറുത്തു എന്ന ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നാം വായിക്കുന്നത്. സക്കായിയോട് യേശു പറയാണ്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാണ്, ഈ ഭവനത്തിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പാപമെല്ലാം കർത്താവ് ക്ഷമിച്ചു. അവനാകെ പറഞ്ഞത്, ഞാൻ പിടിച്ചു പറിച്ചതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം, എന്റെ സ്വത്തിൽ പകുതി പാപങ്ങൾ കൊടുക്കാം, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പാപം ക്ഷമിക്കണമേ എന്നൊന്നും കർത്താവിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപങ്ങൾ അവരെ ഈ മാനസാന്തരവും ഈ കൺഫഷൻ, അതായത് ഏറ്റുപറച്ചിലും ചെയ്യാതെ ക്ഷമിച്ചിട്ടുള്ളത് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ളത് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ കർത്താവ് പലരുടെയും പാപങ്ങൾ ക്ഷമിച്ചതായി നമുക്കറിയാം. കാൽവറി ക്രൂശിൽ മരിച്ചുകൊണ്ടിരുന്ന കള്ളനോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ പാപങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ല. ആകെ പറഞ്ഞത്, കർത്താവേ നീ രാജാവായിട്ട് വരുമ്പോ എന്നെ ഒന്ന് ഓർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിട്ടയിലും കാര്യത്തിലും ആയിരിക്കണമെന്നില്ല കർത്താവ് ക്ഷമിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് ആദ്യം വ്യത്യാസം വരേണ്ടത്. ആ ഹൃദയത്തിലുള്ള വ്യത്യാസം കണ്ടുകൊണ്ടാണ് കർത്താവ് ഇവരോടൊക്കെ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ചപ്പോൾ അത് കണ്ടിട്ട് കർത്താവ് അവന്റെ പാപം ക്ഷമിച്ച് അവനെ പർദീസയിൽ കൊണ്ടുപോകുന്നു. അവന്റെ കാൽച്ചവിട്ടിൽ ഇരുന്ന് കരഞ്ഞിരുന്ന ആ സ്ത്രീയുടെ മാനസാന്തരം ഉള്ളിൽ കണ്ടുകൊണ്ട്, മറ്റുള്ളവർ കണ്ടില്ല, പരീശൻ കണ്ടില്ല. പരീശൻ പറയുന്നത് ഇപ്പോൾ പാപിയാണ്, എന്തിനാണ് യേശു അവളെ തൊടാൻ പോലും അനുവദിച്ചതെന്നാ പറയുന്നത്. അവരാരും കണ്ടില്ല, പക്ഷെ യേശു കണ്ടു. പക്ഷപാതക്കാരന്റെയും ഉള്ളെന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ യേശു കണ്ടു. അപ്പോൾ യേശു ക്ഷമിച്ചത് നമ്മളുടെ കണക്കും പ്രകാരമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇത്രയും ചുരുക്കമായി പറഞ്ഞത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും പാപങ്ങൾ ഏറ്റുപറയണമെന്നുള്ളത് യാക്കോബും ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ ക്ഷമിക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാണ്. അതേത് അനീതിയും അവൻ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, നമ്മൾ ഏറ്റുപറയേണ്ടതൊക്കെ ഏറ്റുപറയണം, മാനസാന്തരപ്പെടേണ്ട മാറ്റി പറയണം. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് എനിക്ക് പാപമോചനം ഉള്ളതെന്ന് നാം വിശ്വസിക്കണം. അത് വിശ്വാസത്തിലുള്ളതാകണം, അല്ലെങ്കിൽ അതും പാപമായി തീരും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും അത് ഗുണമില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നാം പാപികളാണോ ആണ് എന്റെ ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധന്മാരെന്ന് കർത്താവ് നമ്മെ വിളിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്. ഈ ലിസ്റ്റുകളെല്ലാം എടുത്താൽ ഒരു 15 പാപമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാം കൂടെ കൂട്ടി വ്യാപിച്ചാൽ കള്ളം പറയും, പകയുണ്ട്, ഏഷണി പറയും, മുഖപക്ഷം കാണിക്കും, അനീതി ചെയ്യും, വിശ്വാസത്തിൽ നിന്നല്ല എല്ലാം ഉളവാകുന്നത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തത് ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ നമ്മൾ ആരാണ്? പാപികളാണ്. നമ്മളെ പെട്ടെന്ന് മരിച്ചുപോയി. അതാണ് എന്റെ പ്രശ്നം. അത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മള് പെട്ടെന്ന് മരിച്ചുപോയി, നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? ഞാൻ കൺഫസ് ചെയ്യാനൊന്നും കിട്ടിയില്ല. ഹൃദയ അറ്റാക്കായിരുന്നിരിക്കട്ടെ, അല്ലെ അപകടമായിരുന്നു, സമയം കിട്ടിയില്ല. അവൻ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? ഇതൊരു വലിയ ചിന്തയാണ്. അതിനെന്താ ഉത്തരം? എന്താ ഉത്തരം? നരകത്തിൽ പോകാൻ ഞാനൊരു ഇപ്പൊ ഉദാഹരണം പറയാൻ,
പ്ലെയിനെ പോകുമായിരുന്നു ഇരിക്കട്ടെ. കയറി ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതിനകത്ത് എന്തേലും ആഹാരമുണ്ടോ? ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ അവര് ചോദിക്കും, ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും, നമ്മൾ എന്താ പറഞ്ഞത്? ആ പ്ലെയിനെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലെയിൻ കത്തി എന്നിരിക്കട്ടെ, ചത്തുപോയി. നമ്മൾ ജീവിതത്തിൽ എന്തോ ചെയ്യും? നമ്മൾ ക്ഷമ പറഞ്ഞില്ല ദൈവത്തോട്. നിങ്ങൾ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? അതാണ് എന്റെ പ്രശ്നം. നമ്മളെ എല്ലാവരും ഇങ്ങനെ പേടിപ്പിക്കുക, നിങ്ങൾ അത് ചെയ്താൽ നരകത്തിൽ പോകും, ഇത് ചെയ്താൽ. പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് ചെയ്യാത്ത എത്ര പേരെന്നെ കേൾക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഈ നമ്മുടെ ലഗേജില് അതുണ്ടോ ഇതുണ്ടോ ഫുഡുണ്ടോ എന്ന് എഴുതി കൊടുക്കുമ്പോൾ എത്ര പേരാണ് സത്യം എഴുതുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഒരു കുറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വിശുദ്ധരായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്തെന്ന് നമുക്ക് ബോധ്യവുമില്ല. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, ഇല്ലേ? ഇതാണ് നമ്മളുടെ വ്യാജഭാവം. ഏതാ? നമ്മൾ തെറ്റ് ചെയ്തിട്ട് വിശുദ്ധന്മാരായി ചിന്തിക്കുന്നതാണ് വ്യാജഭാവം. അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ വ്യാജഭാവങ്ങളും ഉപേക്ഷിക്കാൻ. നമുക്ക് വ്യാജഭാവം ഒരുപാടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്യുന്നത്, മുഖസ്തുതി പറയുന്നത്, മുഖപക്ഷം കാണിക്കുന്നത്, ഇതൊക്കെയും പാപമാണെന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോഴും നമുക്കിതിനൊന്നും ഒരു കുറ്റബോധവുമില്ല. അസൂയ, പക, പിണക്കം, ഇതെല്ലാം നമ്മളിൽ കുടികൊള്ളുന്നുണ്ട്. നാം പെട്ടെന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? നാം ഇത്രയും നാളും പ്രാർത്ഥിച്ചതും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതും എവിടെ എത്തും? അതിന് ഞാൻ കണ്ട ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. കൺഫസ് ചെയ്യാൻ പറ്റിയുമില്ല. ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് ആ പ്ലെയിനിൽ കയറിയതെന്നിരിക്കട്ടെ, എൻ്റെ ആഹാരം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആഹാരം കൊണ്ടുവരികയുമില്ല, കൊണ്ടുപോകത്തുമില്ല. കാരണം കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ട്. എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ വഴക്കിടുന്ന ഒരു സന്ദർഭം, അതുകൊണ്ടുപോവാൻ ഞാൻ കൊണ്ടുവന്നപ്പോൾ പിടിച്ചില്ലല്ലോ, അവര് ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് ഉപ്പേരി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരത്തില്ല. കാരണം അവര് ചോദിക്കുക ഉപ്പേരി കൊണ്ടുപോകണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്നേ പറയുള്ളൂ. അവരെന്നെ പിടിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മള് മറ്റേ ചാനലിൽ കൂടെ പോയി അതെല്ലാം എടുത്തു കാണിക്കണം. അപ്പം ഒരു മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാറില്ല. പ്രിയമുള്ളവരെ, നാം നരകത്തിൽ പോകുമോ? അതാണ് എന്റെ ചോദ്യം. അത് നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു തെറ്റുമില്ലാത്ത പരിശുദ്ധനായിട്ടാണോ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളെക്കുറിച്ച് എന്താ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ താഴെ ജീവിക്കുക ഭൂമിയിൽ. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറയാം. ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ട് കർത്താവിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചോണ്ട് ജീവിക്കാൻ പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മൾ മരിച്ച് കർത്താവിൽ ഇരിക്കുകയാണെന്ന്. അവിടെ മരിച്ചു എന്നൊരു വാക്യമുണ്ട്, അതാ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ മരിച്ചിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിലുള്ള അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ
നാം ചിന്തിക്കുന്ന പോലെയാണോ കർത്താവ് ചിന്തിക്കുന്നതെന്നാണ് എന്റെ ചിന്ത. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്നോട് കുസ്തിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നുവോ അതോ മരിച്ചിട്ട ശേഷം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും? ക്രിസ്തുവിൽ മരിച്ചിട്ട ശേഷം മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രശ്നമാണ്. കാരണം നമ്മൾ ഏറ്റുപറയാത്ത പലതുമുണ്ട്. ഇപ്പോഴാണ് ക്രിസ്തുവിൽ മരിച്ച്, നാം പാപത്തിൽ മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. പാപത്തിൽ നോട് നാം വിട പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുവാൻ കഴിയും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാൻ കഴിയും? അതാണ് എൻ്റെ മറ്റൊരു ചോദ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പാപികൾ എന്ന് പറയുന്നത് യേശു പാപം ക്ഷമിക്കാഞ്ഞിട്ടല്ല, അനുദിനം ഈ കൊച്ചു കൊച്ചു പാപമെന്ന് നാം വിചാരിക്കുന്ന പാപങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തതാണെന്ന് പൗലോസും യോഹന്നാനും വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനിൽ കൂടെ ദൈവാത്മാവ് പറയുന്നു, അത് ദൈവരാജ്യത്തിൽ കൊണ്ടെത്തുകയില്ലെന്ന് പറയുമ്പോൾ തന്നെ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ക്രിസ്തു വരുമ്പോൾ വെളിപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നു. അത് എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് മാനസികമായി നമുക്കൊരു ഉത്തരവുമില്ല. കാരണം കൺഫസ് ചെയ്യാത്ത പാപങ്ങൾ 100 ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചത് ചെയ്യാത്തത് 1000കണക്കിനുണ്ട്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമോ? അതിന് എനിക്കുള്ള ഉത്തരം വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിലും ഞാനിത് വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ, അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. എന്താ? പാപം ചെയ്യരുത്. പക്ഷേ നീ ചെയ്തു പോയി, മരിച്ചു. എവിടെ പോകും? ഞാൻ വിശ്വസിക്കുന്നു ആ വാക്യത്തിന്റെ അർത്ഥം ഫലം കായ്ക്കാത്ത ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് 1 വർഷം നീട്ടിക്കൊടുത്തതുപോലെ എനിക്ക് വേണ്ടി മരിച്ച എന്റെ യേശു മധ്യസ്ഥ ചെയ്യാതെ ഒരിക്കലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. കാരണം ഞാനേ ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത അനേക പാപങ്ങളും അറിഞ്ഞുകൊണ്ടും അറിയാതെയും കൺഫസ് ചെയ്യാതെയും മാനസാന്തരപ്പെടാത്തതും എന്റെ ജീവിതത്തിലുണ്ട്. പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പാപം ചെയ്തു പോയെങ്കിലോ നമുക്കൊരു മധ്യസ്ഥൻ ജീവിക്കുന്നു. ആ മധ്യസ്ഥനെ കുറിച്ച് ഒരിടത്തല്ല പറഞ്ഞേക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പൗലോസ് ഏറ്റവും ശക്തമായ രീതിയിൽ അവിടെ പറയാണ്, എന്റെ നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നതാണ് ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? ഇതിന് വലിയൊരു ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു? പക്ഷപാതം കഴിക്കുന്നു. അതിന് മുകളിൽ ചോദിച്ചിരിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തു ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഈ പാപങ്ങൾ ചെയ്യരുത്, ചെയ്താൽ എങ്ങനെ നാം സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു സാധ്യത യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനാണ്. ഇവിടെ കൊണ്ട് മാത്രമല്ല, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-26 വാക്യം, ആ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 7-ാം അധ്യായത്തിന്റെ 25-26 വാക്യം, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാരൂപനുണ്ടല്ലോ നമുക്കുള്ളത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ,
സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ അല്ല നമ്മുടെ കർത്താവ് എന്നാണ് അതിന്റെ ചുരുക്കം. അപ്പോൾ 3 വാക്യങ്ങൾ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു സ്വർഗത്തിൽ. ഇനിയും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. എന്റെ പാപം കഴുകി ശുദ്ധീകരിച്ച് 100% എനിക്കൊരു കുറ്റവുമില്ല എന്ന് പറയുന്ന ഒരു സമയവും എന്നിൽ കാണാൻ സാധ്യതയില്ല. കാരണം പൗലോസ് പറയുന്നു, ആഗ്രഹിക്കാത്ത കടന്നു വരും. എനിക്ക് വിജയം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. എനിക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവ്. ഞാൻ അബദ്ധത്തിൽ പാപം ചെയ്താൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്. ചെയ്തു പോയാൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്നുള്ളതാണ് എന്റെ ആശ്വാസം. അതുകൊണ്ട് നാം പാപം ചെയ്യരുത്. പിന്നെയും പറയുന്നു, പാപം ചെയ്യരുത്. പാപം ചെയ്താൽ അനുദപിക്കണം. പാപം ചെയ്താൽ ഏറ്റുപറയണം. പാപം ചെയ്താൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപമോചനം പ്രാപിക്കണം. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാതെ പോകുമ്പോൾ പെട്ടെന്ന് മരിച്ചുപോയാൽ ഒരേ ഒരു മാർഗമേ ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ. അതെ, നമുക്ക് വേണ്ടി ജീവൻ തന്നെ നമ്മെ സ്വർഗത്തിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുവാൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന ഒരു കർത്താവിന്റെ കരുണയാണ് നമുക്ക് ഏകമാർഗം. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ കൺഫസ് ചെയ്യണം. നമ്മൾ ഇനി വായിച്ച വാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകുവാൻ പാപങ്ങൾ ഏറ്റുപറയണം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണം. പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ഏറ്റുപറയണം. അല്ലാതെ കർത്താവിനോട് മാത്രം പറഞ്ഞാൽ പോലെ. ചെയ്യുന്ന വ്യക്തി ചെയ്തവനോട് ഏറ്റുപറഞ്ഞേ മതിയാകെയുള്ളൂ എന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലംഘനം ക്ഷമിച്ചും പാവം മറിച്ച മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ ദൈവ പൈതലാണ്. ആ ദൈവ പൈതൽ പാപം ചെയ്യരുത്. പാപമില്ല എന്ന് പറഞ്ഞാൽ അവനെ തന്നെ വഞ്ചിക്കുന്നു. പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്നു. പാപമില്ല എന്ന് പറയാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. ആ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതയ്ക്ക് കൂട്ടുനിന്ന് നമ്മളോട് കൺവിക്ട് ചെയ്യുമ്പോൾ, ദൈവാത്മാവ് നമ്മളോട് കൺവിക്ട് ചെയ്യുമ്പോൾ നാം ഏറ്റുപറയണം. ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മധ്യസ്ഥ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല എങ്കിൽ ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ യോഗ്യനല്ല. കാരണം യേശു മാത്രമേ പാപമില്ലാത്തവനായി ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മളൊക്കെയും നമ്മുടെ വിശ്വാസം വൃഥാവായി പോകും. അല്ല എങ്കിൽ ആരെങ്കിലും പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ചെയ്യരുതാത്തതൊന്നും ചെയ്തില്ല, ചെയ്യരുതാത്തതൊന്നും ഞാൻ ചിന്തിച്ചില്ല, ചെയ്യരുതാത്തതൊന്നും എന്റെ വായിൽ വന്നില്ല, ചെയ്യാത്ത വിധത്തിൽ ഞാൻ ബിഹേവ് ചെയ്തില്ല, ചെയ്യരുതാത്ത വിധത്തിൽ ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തില്ല എന്ന് പറവാൻ ഒരു മനുഷ്യനെങ്കിലും കഴിയുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. മനസാക്ഷിയുള്ളവന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവനെ കൊണ്ട് കഴിയുകയില്ല. പിന്നെ ആരെങ്കിലും തന്നെത്താൻ ഉയർത്തിയാൽ അതിന്റെ അർത്ഥം വ്യാജഭാവമെന്നാണ്. ആ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മറ്റു പുരോഹിതന്മാരും യേശുവിന്റെ കാലത്ത് യേശുവിനെ കുറ്റം പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കുന്നത് പാപമായിട്ട് അവർക്ക് തോന്നിയില്ല. കള്ളന്മാരുടെ ഗുഹയാണെന്ന് കർത്താവ് പറഞ്ഞവർക്ക് കുറ്റബോധവുമില്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെയും മനോഭാവം. നാം പുണ്യവാന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞ് നീതിമാന്മാരെ ക്രൂശിക്കുന്നവരാണ്. നാം ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് കൊതുകിനെ അരിക്കുന്നവരാണ്. അപ്പോൾ ഏതാണ് മരണത്തിനുള്ള ഭാവം?
മരണത്തിനുള്ള പാപം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത്. അതാണ് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നത്. പിന്നെ അറിഞ്ഞുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അതേ യഹൂദന്മാർക്ക് ലേഖനം എഴുതുന്ന വ്യക്തി എഴുതിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്ക് ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ജയിപ്പാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. എന്തോ ലഭിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മനഃപൂർവ്വതാകം? അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രനെ ചവിട്ടുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ റിജക്ട് ചെയ്യുന്ന ഒരൊറ്റ പാപമാണ് ക്ഷമിക്കപ്പെടാത്ത ഏക പാപം. കൊലയാളിയായ മോശയെ ദൈവം ഉപയോഗിച്ചു. വളരെ ടെററിസ്റ്റായ പൗലൂസിനെ കർത്താവ് ഉപയോഗിച്ചു. പൗലൂസ് തന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും നീതിമാനെന്ന് വരികയില്ലെന്നും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും തിന്മ വരുന്നു എന്നും ഏറ്റുപറഞ്ഞുവെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ ഞാൻ യേശുവിന്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുകരിപ്പാൻ പറയാൻ ശക്തനായ മനുഷ്യൻ അതാണ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് പറവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് വ്യാജഭാവമാണ്, അത് കപടഭക്തിയാണ്, അത് ദൈവവചനത്തിന് വിരോധമാണ്. അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് രക്ഷകനായി മാത്രമല്ല നമ്മുടെ മധ്യസ്ഥനായും തുടരുകയാണ്. അവന്റെ മധ്യസ്ഥതയിലല്ലാതെ നമുക്ക് ആർക്കും സ്വർഗത്തിൽ പ്രവേശിപ്പാൻ പുണ്യപ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോട് പ്രവർത്തിച്ച അബ്രഹാം, പരിശുദ്ധാത്മാവ് തന്നിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസമാണ് നമുക്ക്, അബ്രഹാമിന്റെ മടിയാണ് നമ്മളെ കുറിച്ച് സകല വിശുദ്ധന്മാരും പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്നത്. അബ്രഹാമിന്റെ കൂടെ സദ്യയിൽ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയുള്ള അബ്രഹാം പല പ്രാവശ്യം തെറ്റിപ്പോയി. ഭാര്യയെ പെങ്ങളെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. ഭാര്യ പ്രസവിക്കാത്തപ്പോൾ നാട്ടു നടപ്പനുസരിച്ച് വേറൊരു സ്ത്രീയെ എടുത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇസാക്ക് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം ലഭിച്ച ഇസാക്കിനെ അധികം സ്നേഹിക്കുകയും അവർ തമ്മിൽ വഴക്കുണ്ടാക്കുവാൻ ഹേതുവായി തീരുകയും ചെയ്തു. യാക്കോബിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, ദാവീദിന്റെ കാര്യം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധന്മാർക്കും അവരുടേതായ പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ മനസ്സിലാക്കി നാം മാനസാന്തരപ്പെടണം. നാം ഏറ്റുപറയണം, ചെയ്തവരോട് തന്നെ കുറ്റമേറ്റു പറയണം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമുക്ക് വിടുതലുണ്ടാകും, രോഗശാന്തി ഉണ്ടാകും. അതാണ് ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത ഒരുവനും ഇല്ലെന്നാണ് ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നാം ചെയ്തത് അംഗീകരിക്കുകയും മാനസാന്തരപ്പെടുകയും ഏറ്റുപറയുകയും ചെയ്യണം. ഏറ്റുപറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായ ഒരു കർത്താവുള്ളത് കൊണ്ട് അവന്റെ രക്തം സകലർക്കും നമുക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടി മുഴുവൻ ആ രക്തം പര്യാപ്തമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. സകല മനുഷ്യരും മാനസാന്തരപ്പെട്ടാലും അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആ രക്തം പ്രാപ്തിയുള്ളതാണെന്നാണ് പിന്നെയും യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിനെ തള്ളിപ്പറയുന്ന പാപം ഒഴികെ, യേശുവിനെ റിജക്ട് ചെയ്ത യേശുവിൽ കൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിനെ നിഷേധിച്ച ഇടത്ത് കർത്താവ് പറഞ്ഞു, പുത്രനെ കുറിച്ച് പോലും ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെ, യേശുവിൽ കൂടെ പ്രവർത്തിച്ച ആത്മാവ് രക്ഷകനായി അവരെ അംഗീകരിക്കാതെ
ബെൽസബൂലിന് മഹത്വം കൊടുത്തപ്പോൾ യേശു പറഞ്ഞു ആ പാപം ക്ഷമിക്കയില്ല. എന്ത്? യേശുവിനെ അംഗീകരിക്കാത്ത പാപം. അതല്ലാതെ ഒരു പാപവും ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ നീതിമാൻ എന്ന് നടിച്ചാൽ അത് നമ്മുടെ വ്യാജഭാവമാണ്. നാം ഓരോരുത്തരും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ പരാജയപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ മോഹങ്ങൾ വരാറുണ്ട്, പോഷ്ക്ക് പറയാറുണ്ട്, അവിശ്വാസം സംഭവിക്കാറുണ്ട്, അനീതി ചെയ്യാറുണ്ട്, അതിക്രമം ചെയ്യാറുണ്ട്, ഈർഷ്യയും പകയും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പാപമാണ്. അത് ദൈവരാജ്യത്തിൽ കടക്കാത്ത പാപമാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ കർത്താവ് പ്രാപ്തനാണ്. നാം ഏറ്റുപറയുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണമെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടും. അതാണ് യാക്കോബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആരും പുണ്യവാളന്മാരാണ്, അങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നീതീകരിച്ചാൽ ആ നീതീകരണത്തിന് യാതൊരു ഗുണവുമില്ല. കാരണം വ്യാജഭാവം മാത്രമാണ്. നമുക്ക് ഏത് സമയത്ത് കർത്താവിന്റെ അടുക്കൽ കടന്നെല്ലാം കർത്താവ് നമ്മുടെ പാപങ്ങളും ബലഹീനതയും മനസ്സിലാക്കി നമ്മളോട് ക്ഷമിക്കും. അവൻ വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്, അവന്റെ അരികിലാണ് നമുക്ക് രക്ഷയുള്ളത്. അവൻ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, ധൈര്യമുണ്ട്. അല്ലാതെ നമ്മുടെ നീതിപ്രവൃത്തികളല്ല ദൈവസന്നിധാനത്തിൽ നമ്മെ എത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധാനത്തിൽ എപ്പോഴും വിശുദ്ധരായിരിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഏതെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാതെ പെട്ടെന്ന് മരിച്ചു പോയാൽ അവൻ നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട്. അവന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തവൻ, നമ്മൾക്ക് വേണ്ടി സകല പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അവൻ വരുമ്പോൾ നാം പ്രത്യക്ഷനാകും. നാം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ നാം കാണും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അവനെ സ്നേഹിച്ച് അവന്റെ ഇഷ്ടം ചെയ്ത് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാകുവാൻ, നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണരാകുവാൻ നമുക്ക് ആത്മാവിൽ നടന്ന് ജഡത്തെ തോൽപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ഓമനപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നേ. ഞങ്ങളുടെ സകല അകൃത്യവും നിന്റെ മേൽ ചുമത്തി നിന്റെ അടിപ്പടലുകളാൽ ഞങ്ങളെ പ്രത്യാശയുള്ളവരാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും നീതിമാന്മാരല്ലല്ലോ. നീ ഞങ്ങളെ നീതിമാന്മാരെന്ന് അരുളി ചെയ്തുവെങ്കിലും ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ പരാജയങ്ങൾ കണ്ടിട്ട് കർത്താവെ അങ്ങയുടെ സന്നിധാനത്തിൽ അതേ ചിന്താഗതിയോട് കടന്നു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്ന് പോൽക്കാലം അടിയനെ കേട്ട നിന്റെ മക്കളെയൊക്കെയും സഹായിച്ചാട്ടെ. ശാരീരികമായി ക്ഷീണമുള്ളവരും മാനസികമായി വിഷമിച്ചിരിക്കുന്നവരെ ഭൗതികമായ വിഷയങ്ങളിലോ ആത്മീയമായ കാര്യങ്ങളിലോ എന്ത് കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് നീ വിടുതലും ആശ്വാസവും കൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പങ്കാലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ നിരത്തി വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ഈ ദുഷ്ടലോകത്തിൽ അനന്യരായി പരമാർത്ഥികളായി ക്രിസ്തുവിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിപ്പാൻ എല്ലാം വാദവും പിറുപിറുപ്പും കൂടാതെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധാനത്തിൽ നിരത്തി വെച്ച എല്ലാ ആവശ്യങ്ങളും നീ കേട്ടി ഞങ്ങൾക്ക് തക്ക സമയത്ത് ഉത്തരം തന്ന് ഞങ്ങളെ നീ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. പ്രാർത്ഥന കേട്ടാലും സകല മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വരച്ച് ചോദിക്കാം. അല്ല എങ്കിൽ എന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായി ചോദിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.